ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ, പഴയ മോഡൽ ആക്റ്റീവ. അതിൻ്റെ പ്ലഗിൻ്റെ ത്രെഡ് പോയിട്ട് ആ ഒരു കംപ്ലയിൻറ്റ് റിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹെഡിൻ്റെ ഭാഗം അഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ വാൽവ് കംപ്ലയിൻ്റ് ഉണ്ട്. ഒരു വാൽവ് ബെൻഡാണ്, പിന്നെ വാൽവ് ഗേഡും കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് വാൽവ് ഗേഡും മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും പുതിയതായിട്ടാണ്. അതിനുശേഷം വാൽവൊക്കെ സീറ്റ് ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. ലെയ്ത്ത് വർക്കാണോ നിറഞ്ഞ അന്ന് പുറമെ കൊടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്യാം ഷാഫ്റ്റ് റോഗ്രാമിനൊക്കെ ചെറിയ തേമാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തിട്ടുള്ളൂ. പിന്നെ വണ്ടിക്ക് ഓയിൽ കത്തി ലെവൽ കുറഞ്ഞുകൊണ്ട് കംപ്ലയിൻ്റ് ഉണ്ട്, പുകയുടെ പ്രോബ്ലം ഉണ്ട് ശരിയും. അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. മാക്സിമം ചിലവ് ചുരുക്കി 2000 രൂപയുടെ ഉള്ളിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ ചെയ്യാനൊക്കെയാണ് പറഞ്ഞത് എൻജിൻ വർക്കിൻ്റെ ഭാഗം കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിലാണ് ചെയ്തേക്കണേ, പരമാവധി ചുരുങ്ങി. അതിനകത്ത് നമുക്ക് ആ ഹെഡിൻ്റെ വാൽവും ഗേഡും മാറേണ്ടി വന്നപ്പോഴാണ് റേറ്റിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുകയുടെ കേസിന് വേണ്ടിയിട്ട് നമ്മൾ നിലവിൽ ഒന്നും ചെയ്തിട്ടില്ല. സിലിണ്ടർ ഇതുമ്പോൾ കിടക്കുന്ന സിലിണ്ടറും പിസ്റ്റണും ബോർ ചെയ്ത് യൂസ് ചെയ്യുന്നതിനാണ്. ഒരു പ്രാവശ്യം ബോർ ചെയ്തിട്ടാണ്, പിന്നീട് നമുക്കതൊന്ന് ചെയ്യുമ്പോൾ പോസിബിൾ അല്ല. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല നമ്മൾ. അപ്പോൾ ആ കംപ്ലയിൻ്റൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും. സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻ്റൊക്കെ പിന്നീട് കാണിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം ഓയിൽ കയറി കത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പ്ലഗ് അടിച്ചു പോകുന്ന കംപ്ലയിൻ്റൊക്കെ വരും. അതൊക്കെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. നിലവിൽ നമുക്ക് ഓടിക്കാവുന്നൊരു കണ്ടീഷനിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ രീതിയിലേക്കാണ് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞതിൽ ചെറിയ വേരിയേഷൻസ് വന്നേക്കുന്നത് വാൽവും ഗേഡും മാറേണ്ടി വന്ന കാരണമാണ്. അതല്ലെങ്കിൽ ഏകദേശം നമുക്ക് അതിനകത്ത് ഉള്ളിൽ ഒതുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് വർക്ക് ചെയ്തേക്കണേ. അപ്പോൾ അതിനകത്ത് നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റൊക്കെ പിന്നീട് കാണിക്കാൻ സാധ്യതയുണ്ട്. പുകയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാതെ കൊണ്ട് ആ പ്രോബ്ലം റെഡി ആവില്ല. പക്ഷേ പൊല്യൂഷൻ ഞാൻ എങ്ങനെയും റെഡിയാക്കിയിട്ട് നമുക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് അറേഞ്ച് ചെയ്ത് തന്നേക്കാം കേട്ടോ. വേറെ വർക്കുകളൊന്നുമില്ല, ജനറലായിട്ട് സർവീസോ വേറെ യാതൊരുവിധ വർക്കും പറഞ്ഞിട്ടില്ല, അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ചെയ്ത വർക്കിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ ഞാൻ വർക്കിനിപ്പോൾ ബോഡിയൊക്കെ ഒന്ന് കയറ്റാണ്ട് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അത് കഴിഞ്ഞുമ്പോഴത്തേക്കും ബില്ലാക്കി തരാം കേട്ടോ.